ഷില്ലോങ്, ഇന്ത്യയിലെ തണുപ്പ് പുതച്ച സ്വപ്നഭൂമി. സഞ്ചാരികളുടെ സ്വപ്ന നഗരം. വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും കൊടുമുടികളും അതിരിടുന്ന തണുപ്പു പുതച്ചു നിൽക്കുന്ന കിഴക്കൻ പട്ടണം. അതാണ് ഷില്ലോങ്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ ബെൽറ്റിലെ കൊച്ചു സംസ്ഥാനങ്ങളിലൊന്നായ മേഘാലയയുടെ തലസ്ഥാനം. ഇന്ത്യയുടെ വിചിത്രവും വൈവിധ്യപൂർണവുമായ ഭൂപ്രകൃതി വിശേഷണങ്ങളിൽ എവിടെയും ഷില്ലോങ്ങിൻ്റെ മനോഹാരിതയ്ക്ക് സമാനതകൾ കാണാനാവില്ല. തലയുയർത്തി നിൽക്കുന്ന പൈൻ മരങ്ങളും പൈനാപ്പിൾ കാടുകളും നിറഞ്ഞ ഉയർന്ന ഭൂമിക്ക് സ്കോട്ട്ലൻഡിനോടാണത്രേ ചേർച്ച. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്ന് വിദേശികൾ ഷില്ലോങ്ങിനെ വിശേഷിപ്പിക്കുന്നു. ഷില്ലോങ്ങുകാർക്ക് സ്കോട്ട്ലൻഡിനെ പടിഞ്ഞാറൻ ഷില്ലോങ് എന്ന് വിളിക്കാനാകും ആഗ്രഹം. വെറും 10 ചതുരശ്ര കിലോമീറ്ററാണ് ഈ നഗരത്തിൻ്റെ വലിപ്പം. ഇംഗ്ലീഷും ഹിന്ദിയും ഖാസിയും ഗാരോയും ആസാമീസും സംസാരിക്കുന്നവരാണ് നാട്ടുകാർ. പ്രധാന മതം ക്രിസ്തുമതം തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4908 അടി ഉയരത്തിൽ കിടക്കുന്ന ഷില്ലോങ്ങിൽ സ്വാഭാവികമായും തണുത്ത കാലാവസ്ഥയാണ്. കുറഞ്ഞ ശരാശരി താപനില 4 ഡിഗ്രിയും കൂടിയത് 25 ഡിഗ്രിയുമാണ്. ഈ തണുപ്പാണ് ഷില്ലോങ്ങിൻ്റെ ചരിത്രം മാറ്റിയെഴുതിയത്. 1864 വരെ ഷില്ലോങ് ഒരു സാധാരണ കിഴക്കൻ ഗ്രാമമായിരുന്നു. ആ വർഷമാണ് ബ്രിട്ടീഷുകാർ ഖാസി ജനീറ്റ ഹിൽസ് പ്രവിശ്യയുടെ തലസ്ഥാനമായി ഷില്ലോങ്ങിനെ തെരഞ്ഞെടുത്തത്. അവർ അവിടെ സിവിൽ സ്റ്റേഷനും മറ്റ് കെട്ടിടങ്ങളും പണിതു. കിഴക്കൻ ബംഗാളിൻ്റെയും അസമിൻ്റെയും വേനൽക്കാല തലസ്ഥാനമായി ഷില്ലോങ്ങിൻ്റെ സുഖശീതളയെ ബ്രിട്ടീഷുകാർ താലോലിച്ചു. 1874 അസം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി മാറി ഷില്ലോങ്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത്ര നല്ല തണുത്ത കാലാവസ്ഥയില്ലെന്നാണ് ബ്രിട്ടീഷുകാർ പറയുന്നത്. ബ്രഹ്മപുത്ര നദിക്കും സുധർമ്മ താഴ്വരയ്ക്കും ഇടയിലുള്ള തികച്ചും സൗകര്യപ്രദമായ ഈ പട്ടണം അങ്ങനെ ഭരണകൂട ശ്രദ്ധ പിടിച്ചുപറ്റി. പിൽക്കാലത്ത് ഇന്ത്യ സ്വതന്ത്രമായപ്പോഴും അസമിൻ്റെ തലസ്ഥാനമായി ഷില്ലോങ് തുടർന്നു. 1972 ജനുവരി 21 മേഘാലയ സംസ്ഥാനം നിലവിൽ വന്നതോടെ ഷില്ലോങ് മേഘാലയയുടെ തലസ്ഥാനമായി മാറി. ലെയ് ഷില്ലോങ് എന്ന ദൈവം ഷില്ലോങ് കൊടുമുടിയിൽ വസിച്ച് ഈ പട്ടണത്തെ കാത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് വിശ്വാസം. 1965 മീറ്റർ ഉയരമുള്ള ഈ കൊടുമുടിയുടെ മുകളിലത്തെ ദൈവത്തിൻ്റെ പേരിൽ നിന്നാണ് പട്ടണത്തിന് ഷില്ലോങ് എന്ന പേര് വീണത്. മേഘാലയയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഷില്ലോങ് പീക്ക്. നിരവധി അതിമനോഹരമായ പള്ളികളും കത്തീഡ്രലുകളുമുള്ള ഷില്ലോങ്ങിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം നിറയെയുള്ള റോഡുകളും യാത്രാ സൗകര്യവുമാണ്. ഷില്ലോങ്ങിൽ റെയിൽവേ ലൈനുകൾ ഇല്ല. ഉംറോയ് എന്ന ചെറിയ ഒരു വിമാനത്താവളം ഷില്ലോങ്ങിൽ ഉണ്ട്. മൺസൂൺ നിരന്തരം ശല്യപ്പെടുത്തുന്ന കാലാവസ്ഥയാണ് ഷില്ലോങ്ങിൻ്റേത്. മാർച്ച്, ഏപ്രിൽ, ഒക്ടോബർ, നവംബർ മാസങ്ങളാണ് സന്ദർശിക്കാൻ പറ്റിയ സമയം. ലോകത്ത് ഏറ്റവും അധികം മഴ കിട്ടുന്ന സ്ഥലമെന്ന പെരുമയുണ്ടായിരുന്ന ചിറാപുഞ്ചിക്ക് ഷില്ലോങ്ങിൽ നിന്ന് 70 കിലോമീറ്ററേ ദൂരമുള്ളൂ. മഴയും പുഴയും ഏറിയ നാടായതുകൊണ്ട് ഷില്ലോങ്ങിൽ ധാരാളം വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. ക്രിനോലൈൻ ഫോൾസ്, ഗണ്ണേഴ്സ് ഫോൾസ്, സ്പ്രൈഡ് ഈഗിൾ ഫോൾസ്, സ്വീറ്റ് ഫോൾസ്, എലിസിയം ഫോൾസ്, ബീഡോൺ ഫോൾസ്, ബിഷപ്പ് ഫോൾസ് തുടങ്ങിയവ ഷില്ലോങ്ങിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്.
ഷില്ലോങ് കൊടുമുടിക്ക് പുറമെ സോഹ്പെക്നെങ് കൊടുമുടി, ഡിൻതെയ് പർവ്വതം, ഡം പീപ്പ് കൊടുമുടി എന്നിവയും ഷില്ലോങ്ങിന് ചുറ്റുമായിട്ടുണ്ട്. വാർഡ് ലേക്ക്, ഉമിയാം ലേക്ക് തുടങ്ങിയ പ്രശസ്ത തടാകങ്ങളും ഇവിടുത്തെ സഞ്ചാര കേന്ദ്രങ്ങളിൽ പെടും. മ്യൂസിയവും വാർഡ് തടാകത്തിനടുത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡനും ഷില്ലോങ്ങിലെ പ്രധാന ആകർഷക കേന്ദ്രങ്ങളാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഫ് കോഴ്സ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്ലെൻ ഈഗിൾ ഓഫ് ദ ഈസ്റ്റ് ആണ് പ്രധാനപ്പെട്ട ഗോൾഫ് കോഴ്സ്. ലോകത്തിൻ്റെ ഏറ്റവും ആർദ്രതയുള്ള ഗോൾഫ് കോഴ്സും ഗ്ലെൻ ഈഗിൾ ഓഫ് ദ ഈസ്റ്റ് ആണ്. ഇവിടുത്തെ മറ്റൊരു വിനോദം അമ്പെയ്ത്ത് ലോട്ടറിയാണ്. ടിക്കറ്റ് എടുത്ത് വിപുലമായി നടത്തുന്ന വൻ ആഘോഷമാണിത്. 100 കൊല്ലം മുമ്പെങ്കിലും തുടങ്ങിയ ഈ ചൂതാട്ടം 1982 നിയമവിധേയമാകുന്നത്.